വെൽക്കം ബാക്ക് ടു ബിസോളേഴ്സ് അനദർ യൂട്യൂബ് വീഡിയോ. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക്, ഒരു അന്ധനായ ഒരാൾക്ക് ഒരു കണ്ണാടി, നമ്മൾ മുഖമൊക്കെ നോക്കുന്ന കണ്ണാടിയിൽ ആ ഒരു കണ്ണാടി വിൽക്കാൻ ശ്രമിക്കാന്ന് വിചാരിക്കാം. ശുദ്ധമായ വിഡിത്തം അല്ലെ? ഇത് തന്നെയാണ് നിങ്ങൾ ഐഡിയൽ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെയാണ് ബയർ പെർസോണ എന്ന വിഷയത്തിന്റെ പ്രസക്തി. സോ ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് ബയർ പെർസോണ. ലെറ്റ്സ് ജമ്പ് ഇൻടു ഇറ്റ്. വലിയ ഡെഫിനേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ബയർ പെർസോണ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള, അതായത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ സാധ്യതയുള്ള ആളുകളുടെ സ്വഭാവം, ഏജ് കാറ്റഗറി, അല്ലെങ്കിൽ ബിഹേവിയർ, ഡിസ്ലൈക്സ്, ലൈക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ക്യാരക്ടറിനെ ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ബയർ പെർസോണ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്കിൻ കെയർ പ്രോഡക്ട്സ് കൊടുക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളുടെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആൾക്കാരുടെ സ്വഭാവം, ഏജ്, അല്ലെങ്കിൽ ജെൻഡർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ക്യാരക്ടർ ഉണ്ടാക്കണം. നമുക്കിപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാം. അതായത് കൂടുതലും സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങാൻ സാധ്യതയുള്ള ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടാക്കാം. ഒരു നെയിം വേണം. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാനൊരു രേവതി എന്നുള്ള നെയിം എടുത്തു. ഏജ് കാറ്റഗറി യൂത്ത് ടു അഡൽട്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു 28 എടുത്തു ഞാൻ. അപ്പോൾ നെയിം എന്ന് പറയുന്നത് രേവതി, ഏജ് 28. പ്രൊഫഷൻ, പല പ്രൊഫഷനും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ IT പ്രൊഫഷൻ എടുത്തു. അവരെ പെയിൻ പോയിന്റ്, IT പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ അവർ ഫുൾ ടൈം AC-യിലായിരിക്കും. അതുകൊണ്ട് അവരുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. ഇനി അതിനുള്ള ഗോൾ, അവരുടെ ആവശ്യം ഗോൾ എന്ന് പറയുന്നത് അവർക്ക് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോ ആയിട്ടുള്ള ഹെൽത്തി സ്കിൻ വേണം. അതും നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തോളൂ. ആൻഡ് ഇത് അവർക്ക് എവിടുന്ന് വാങ്ങാൻ പറ്റും? അവർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്. സോ അവർ വാങ്ങാൻ സാധ്യതയുള്ള പ്ലാറ്റ്ഫോം ഒന്ന് Instagram ആണ്, Amazon, പിന്നെ Flipkart. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തു. അതായത് പേര് രേവതി, വയസ്സ് 28, അവരുടെ പെയിൻ IT പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം AC ആയതുകൊണ്ട് ഡ്രൈ സ്കിന്നാണ്. അവർ ആവശ്യം പറയുന്നത് ഗ്ലോ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ്. അവർ വാങ്ങാൻ സാധ്യതയുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് Instagram, Amazon, Flipkart എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തു. ഈ എന്തിനാണ് ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തത്? നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ അത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടന്റ്സ് ഉണ്ടാക്കും, ക്യാമ്പയിൻസ് ഉണ്ടാക്കും, ആഡ്സ് ഉണ്ടാക്കും. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനല്ല ചെയ്യേണ്ടത്. നമ്മളുടെ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവരെ ടാർഗറ്റ്, അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ നമ്മൾ ക്യാമ്പയിൻസും കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ മൈൻഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി നോ ദെയർ പ്രോബ്ലംസ് ആൻഡ് വി ആർ സൊല്യൂഷൻ. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഓഡിയൻസിനെ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. സോ അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ബയർ പെർസോണ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഒരു മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ബയർ പെർസോണ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനും ഒരു ബിസിനസ്സിനും ഒന്ന് എന്നുള്ള രീതിയിലല്ല. ഒരു ബിസിനസ്സിനും ഒരു പ്രോഡക്റ്റിനും അനുസരിച്ച് നമ്മൾ കസ്റ്റമേഴ്സിന്റെ സ്വഭാവം, ഏജ്, കാറ്റഗറി, അങ്ങനെ കുറെ കാറ്റഗറീസ് ഉണ്ടാവും. ഈ ഓരോ കാറ്റഗറിക്കും ഓരോ പെർസോണ എന്നുള്ള രീതിയിലാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ചിൽഡ്രൻസിന്റെ പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് ചിൽഡ്രൻസ് ആണല്ലേ. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി കൺസ്യൂമേഴ്സ്, അവർക്കൊരു പെർസോണ. രണ്ടാമത്തെ അതിനുള്ള ഡിസിഷൻ എടുക്കുന്നതോ അവരുടെ പാരന്റ്സ് ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി ഡിസിഷൻ മേക്കേഴ്സ്. അപ്പൊ ഈ ഓരോ തലത്തിന് നമുക്ക് ഓരോ ബിസിനസ്സിനും ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കാറ്റഗറിക്ക് അനുസരിച്ച് ഓരോ പെർസോണയും വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി ഈ ബയർ പെർസോണ എങ്ങനെയാണ് മാർക്കറ്റിംഗിൽ സഹായിക്കുന്നത്? ഒന്നാമത്തെ, ഹെൽപ്സ് ടു റെഡ്യൂസ് മാർക്കറ്റിംഗ് കോസ്റ്റ്. ബയർ പെർസോണ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ പ്രൊഡക്റ്റിനെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് പകരം ആരാണോ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആ ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. രണ്ടാമതെന്ന് പറയുന്നത് ഹെൽപ്സ് ടു ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് മെസ്സേജ്. നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് അയക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മെന്റാലിറ്റി, ഏജ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയും അതിനനുസരിച്ച് അവരുടെ ഇമോഷണൽ കണക്ഷൻ പിടിച്ചു പറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മെസ്സേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ബയർ പെർസോണ നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ, ഗൈഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഡെവലപ്മെന്റ്. നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ ഓഡിയൻസിന്റെ വാൻസ് ആൻഡ് നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പെർസോണയിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ്, ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ഹെൽപ്സ് ടു ബൂസ്റ്റ് എൻഗേജ്മെന്റ് ആൻഡ് ലോയൽറ്റി. നിങ്ങളൊരു ബയർ പെർസോണ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് എന്താവും, അത് റിലേറ്റബിൾ ആയി തോന്നും. ഇതിലൂടെ ഒരു ഇന്ററാക്ഷൻ, അവരും നമ്മളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വഴിയൊരുക്കും. ആൻഡ് അത് മാത്രമല്ല, നിരന്തരം ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിന്, ഓഡിയൻസിന് നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു തോട്ട് വരും, നമ്മൾ അവരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത വരും.
ഇതിലൂടെ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഫൈനലി ദാറ്റ് ട്രസ്റ്റ് ടേൺ ഇൻ ടു ലോയാലിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു അലൈൻ യുവർ ടീം. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ എല്ലാവർക്കും അവരുടെ ഓഡിയൻസിന് ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടുന്നതിലൂടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവരുടെ വർക്ക് സ്മൂത്ത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ടീമിന് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ സെയിൽസ് ടീമിന് അവരോട് എങ്ങനെ സംസാരിക്കണം എന്ന് മനസ്സിലാക്കാനും, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടീമിന് ആ പ്രോഡക്റ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം, കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കാനും ഈ ഒരു ബയ്യർ പേഴ്സോണ സഹായിക്കും. ഇൻ ഷോർട്ട്, ബയ്യർ പേഴ്സോണ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓഡിയൻസിനെ വ്യക്തമായി മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങളുടെ ബിസിനസിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനും സാധിക്കും. സോ ബിസോൾവേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ കോഴ്സിന്റെ പാർട്ട് 4 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാർട്ട് 5 ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ബിസോൾവർ, ബി ദ ബിസോൾവർ.